ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 10 കിലോ ബീഫ് കൊണ്ട് നല്ല അടിപൊളി ബീഫ് വരട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് അടുത്ത വീട്ടിൽ ചേച്ചി വന്നിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത്. ചേച്ചീൻ്റെ പേര് ചിന്നമ്മ ചേച്ചി എന്നാണ് കേട്ടോ പറയാം. ഒരു ബീഫ് വെച്ച് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ചേച്ചീനെ വിളിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിച്ചിട്ടുള്ളത്. എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. കുറച്ച് ഭാഗങ്ങളൊക്കെ വീഡിയോയിൽ വിട്ടുപോയിട്ടുണ്ട്. എന്നാൽ ഞാനതെങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ തലേന്ന് രാത്രിയാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത്, പരിപാടിൻ്റെ തലേന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 10 കിലോ ബീഫാണ് വാങ്ങിയിട്ടുള്ളത്. അത് കഴുകി വെള്ളം ചോരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. നമ്മൾ കടയിൽ നിന്ന് തന്നെ കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. തേങ്ങാക്കൊത്തൊക്കെ ചേർത്തിട്ടാണ് ബീഫ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് 3 തേങ്ങ എടുത്തിട്ടുണ്ട്. അത് കൊട്ടത്തേങ്ങ ഉണ്ടല്ലോ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് എടുത്തിട്ടുള്ളത് ഇഞ്ചി, കുഞ്ഞുള്ളി, വെളുത്തുള്ളിയാണ്. അപ്പോൾ ഇഞ്ചി ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടില്ല. അതുപോലെ തന്നെ ചെറുള്ളി 4 കഷ്ണമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ, നടു കയറിയിട്ട്. അതുപോലെ വെളുത്തുള്ളി 2 കഷ്ണമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഞാൻ ഇത് ഉണ്ടാക്കുന്നത് ഉരുളിയിലാണ് കേട്ടോ. ഉരുളിയിലാണ് ഈ ബീഫ് വേവിച്ചെടുത്ത് വരട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉരുളി അടുപ്പത്ത് വെച്ച് നല്ല പോലെ ചൂടായതിന് ശേഷം അതിലേക്ക് 1/2 ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ല പോലെ ചൂടായി വരണം. നല്ല പോലെ ചൂടായതിന് ശേഷമാണ് കേട്ടോ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി കട്ട് ചെയ്തെടുത്താലും മതി, പക്ഷെ അപ്പോൾ അതിന് കുറേ ടൈമാകും വിചാരിച്ചിട്ട് വെറുതെ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. കടുക് നല്ല പോലെ പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തുണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ തേങ്ങാക്കൊത്ത് ഒരു ഗോൾഡൻ കളർ ആവൂലേ, നല്ല പോലെ ഗോൾഡൻ കളർ ആവണ്ട, ചെറുതായിട്ട് ഗോൾഡൻ കളർ ആയി തുടങ്ങൂലേ, ആ ടൈമിലാണ് ഇതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാക്കൊത്തിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കുഞ്ഞുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുഞ്ഞുള്ളി എടുത്തിട്ടുള്ളത് 1 കിലോ കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 200 ഗ്രാം വെളുത്തുള്ളിയും 150 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇക്കാൻ്റെ വീട്ടുകാരും അതുപോലെ തന്നെ എൻ്റെ വീട്ടുകാരും ഇവിടെ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ കൂടിയിട്ട് ഒരുമിച്ചൊന്ന് കൂടിയതാണ് കേട്ടോ വീട്ടിൽ. അപ്പോൾ അതാണ് വീട്ടിലുണ്ടായിട്ടുള്ള ഫങ്ഷന്. ഇതിൽ കറിവേപ്പില അങ്ങനെ ഊരിയിട്ടൊക്കെയല്ല കേട്ടോ ചെയ്തിട്ടുള്ളത്, നമ്മൾ കൊമ്പ് കൊടുക്കനെ പൊട്ടിച്ചിടുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇത് ഇങ്ങനെ മിക്സ് ആക്കുന്ന ടൈമിൽ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അടുപ്പത്തുനിന്ന് വരുന്നത്. ഇക്ക ചോദിക്കുന്നുണ്ടായിരുന്നു ഇതെന്താ എത്ര പെട്ടെന്ന് ബീഫൊക്കെ ആയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ സ്മെല്ല് കേട്ടിട്ട്. ഇഞ്ചി, വെളുത്തുള്ളി, കുഞ്ഞുള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വാടി വരുന്ന ടൈമിൽ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഒരു പാത്രത്തിലേക്ക് എടുക്കാണ്ടോ ചെയ്യുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ പൊടിച്ചിട്ടുള്ള മുളക് പൊടിയാണ്. പിന്നെ ഇതിലേക്ക് മീറ്റ് മസാല ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് 10 രൂപേൻ്റെ പാക്കറ്റ് ഉണ്ട്. ആ ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് വെന്തതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ കിട്ടിയിട്ടില്ല കേട്ടോ, വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അത് ബീഫിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബീഫ് ഇതിലേക്ക് ഇടുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. ഇടുന്ന ടൈമിൽ ബീഫ് ഫുള്ളായിട്ടുണ്ട് കേട്ടോ, ഈ ചട്ടി നിറച്ചുണ്ട്. ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഈ ബീഫിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്ന വെള്ളം ഉണ്ടല്ലോ, അതിലാണ് കേട്ടോ അത് വേവിച്ചെടുക്കുന്നത്. ഫസ്റ്റ് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം ചട്ടിയിൽ നിറച്ചുണ്ടായത് കൊണ്ട് തന്നെ ഇളക്കുമ്പോൾ പുറത്ത് പോകുക എന്നുള്ളൊരു ഇതിൽ പതുക്കെയാണ് ഇളക്കി കൊടുത്തിട്ടുള്ളത്. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കാണ്ടോ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ വെള്ളത്തിൽ കിടന്നിട്ട് തന്നെ ഒരു 2.5 മണിക്കൂർ നേരം ഇത് വേവിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല പോലെ തിളച്ചതിന് ശേഷം ഒരു ചെറിയ തീയിൽ കിടന്നാണ് കേട്ടോ വെന്തിട്ടുള്ളത്. തീ ഒന്നായിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ ബീഫിലുള്ള വെള്ളമൊക്കെ വറ്റുകയും ചെയ്യും, ബീഫ് വേവില്ല. പിന്നെ നമ്മൾ വേവാൻ വേണ്ടിയിട്ട് വേറെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. വെള്ളം ഒട്ടും ചേർക്കാതെ ഇതിൻ്റെ ഈ വെള്ളം ഇറങ്ങി വരില്ല, ആ വെള്ളത്തിൽ നിന്ന് തന്നെ വേകുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് ഇതാവുന്ന നല്ല പോലെ മിക്സാക്കി ഒന്ന് അടച്ച് വെച്ചതിന് ശേഷമാണ് കേട്ടോ പിന്നെയാണ് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലേ, മഞ്ഞൾപ്പൊടി നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ബാക്കിയുള്ള പൊടികളൊക്കെ പിന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്, ഒന്ന് ഒതുങ്ങിയതിന് ശേഷമാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഒരു 50-55 ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഫങ്ഷന്. പിന്നെ ബാക്കിയുള്ള സാധനം നമ്മൾ കാറ്ററിംഗുകാരെ ഏൽപ്പിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. വീട്ടിലുണ്ടാക്കിയിട്ടുള്ളത് ബീഫ്, അതുപോലെ പായസം, അത് മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ചിക്കൻ ബിരിയാണിയും ചിക്കൻ ചില്ലി നമ്മൾ പുറത്ത് ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പായസം ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ, കാരണം അത് ഫങ്ഷൻ്റെ അന്ന് രാവിലെ നേരത്തെ 4 മണിക്കൊക്കെ എണീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ വീഡിയോ എടുക്കാനൊന്നും ഞാൻ നിന്നിട്ടില്ല. ബീഫ് നല്ലപോലെ വെന്ത് അതിൽ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നമ്മൾ അടുപ്പത്തു നിന്ന് വാങ്ങിയിട്ടുണ്ട്. പിന്നെ പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ അത് വരട്ടിയെടുത്തിട്ടുള്ളത്. പിന്നെ വരട്ടിയെടുക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ വരട്ടി കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. തലേന്ന് രാത്രി 8 മണിക്കാണ് ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഇത് വെന്തിട്ടുള്ള ഒരു 12 മണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ. 11:30 ആ ടൈമിലാണ് ഇതിലെ വെള്ളമൊക്കെ വറ്റി നല്ല പോലെ വെന്ത് വന്നിട്ടുള്ളത്. പിന്നെ നേരം വെളുത്തിട്ടാണ് ഞാനിതൊന്ന് നോക്കുന്നത് കേട്ടോ. ഒരു 10 മണി ആയപ്പോഴാണ് തുറന്ന് നോക്കുന്നത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് വരട്ടിയെടുത്തിട്ടുണ്ട് തീയൊക്കെ കത്തിച്ചതിന് ശേഷം. പിന്നെ ബീഫ് എടുക്കുമ്പോൾ നല്ല നെയ്യുള്ള ബീഫ് തന്നെ എടുക്കണം കേട്ടോ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ, അതിനാണ് ഒന്നുകൂടി ടേസ്റ്റ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്